ഓഡിയൻസ് എല്ലാവരും ചിരിച്ചിരിച്ച് വായ വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ പറയൂ ഇഷ്ടപ്പെട്ട ഫിലിം? ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആൻഡ് ഐ എം ഹാപ്പി. ഐ വെയിറ്റഡ് ടു വാച്ച് ഇറ്റ് വിത്ത് ദി ഓഡിയൻസ്. ഐ ലവ് ഇറ്റ്. ഇതൊരു നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. ഇൻ ദാറ്റ് കേസ് ഇത് കണ്ടിട്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിലിം. ദാറ്റ്സ് ഓൾ. എല്ലാവരും പോയി കാണണം. താങ്ക് യു. അത് ഇത് കുറേ ഡിഫറെൻ്റ് ആണ്. ഇത് എബ്രിജ് ഷൈൻ സ്പാ ആണ്. എല്ലാവരും വന്ന് കാണണം. ഇറ്റ്സ് എ മൂവി. ഇറ്റ്സ് എൻ എൻ്റർടൈനിങ് മൂവി. സോ പ്ലീസ് കം ആൻഡ് വാച്ച് ഇറ്റ്. താങ്ക് യു. എല്ലാവരും പോയി സ്പാ കാണണം, തിയേറ്ററിൽ കാണണം. എന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. താങ്ക് യു. അതെ 2 സോങ് ഉണ്ട്. 2 സോങ് ഉണ്ട് അതിൽ. അങ്ങനെയില്ല, എല്ലാവർക്കും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇമോഷണലാണ്. ഒത്തിരി പേര് സിനിമ കണ്ട് തിയേറ്ററിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേകതരം ഫീലാണ്. ഞാൻ അങ്ങനെ ഒരു സന്തോഷം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിലേക്ക് വരും, എല്ലാവരും കാണും, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് എന്ത് തോന്നി? അതെ, അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്തത. മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിലോ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതിനു മുന്നേ സംസാരിച്ച സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അട്രാക്ട് ചെയ്തത്. അതിന് ഈ പ്രേക്ഷകർ, നമ്മുടെ മലയാളി പ്രേക്ഷകർ എല്ലാ പുതുമയും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ പുതുമയും അവരിഷ്ടപ്പെടും. ആൻഡ് എബ്രിജ് ഷൈൻ എന്നുള്ളൊരു ബ്രാൻഡ് എന്തായാലും ആൾക്കാർ ആ ബ്രാൻഡിനെ വിശ്വസിച്ച് വരും. അതെ, വിമർശനങ്ങൾ നമുക്ക് എന്തൊരു സിനിമ ചെയ്താലും വരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിമർശനത്തെ ഭയന്നിരുന്നു കഴിഞ്ഞാൽ ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മൾ സെറ്റിലായി. ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ആരും ഓർക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഗ്രോത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിമർശനങ്ങൾ വരട്ടെ, 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ആ വിമർശനങ്ങളെ വളരെ റെസ്പെക്റ്റ് ചെയ്യും. വരൂ, ഒരുപാട് നാളിപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ വരൂ, ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ വരൂ. ഫാമിലിയുടെ കൂടെ വരാൻ ഞാൻ പറയില്ല. 18 വയസ്സ് കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ഒരുപാട് ചിരിച്ചു ഒരുപാട് ആൾക്കാർ. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യാണ്. നമ്മൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കണ്ടു. ഇനി പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് മൂവി കണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയാം. പോസിറ്റീവായാലും നെഗറ്റീവായാലും തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്ത് അഭിപ്രായം പറയാം. താങ്ക് യു. അല്ല, നമ്മുടെ ടീം തന്നെ ഇന്ന് കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ ആ സീൻ എടുത്ത പ്രോസസ്സിങ് മാത്രം നമ്മുടെ മൈൻഡിലുള്ളൂ. ഇനി പ്രേക്ഷകർ കണ്ടിട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഹാപ്പിയാണ്, സോ ഹാപ്പി. ഇല്ല, നമ്മളൊരു കോമഡി ഫിക്ഷൻ മൂവിയാണ് ഇത്. നമ്മൾ ആ രീതിയിൽ പ്രേക്ഷകരെ കണ്ട് വാച്ച് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. ഇത് ആക്ച്വലി ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിട്ട് ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇത് ഇത്രയും ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയുക, നമ്മൾ അന്ന് കുറച്ച് പേരായിട്ടാണ് കണ്ടിരുന്നത്. ഇതിപ്പോൾ ഇത്രയും പേരായിട്ട് കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. ഞാൻ മറ്റേലും പറഞ്ഞു ഇങ്ങനെ ഇവിടെയൊക്കെ വേദന എടുക്കുന്നു ചിരിച്ചിട്ട്. നല്ല രസമായിരുന്നു, നല്ല മൂവിയായിരുന്നു. ഇത് ആക്ച്വലി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കണ്ടത്. പക്ഷെ അവർക്ക് എല്ലാവരും പറഞ്ഞു ഇത് നമുക്കിപ്പോൾ എന്താ ഫാമിലിക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഒരു ഇറോട്ടിക് കോമഡി അല്ല കാണിക്കുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും വന്ന് കാണുക. കാരണം ഇതിപ്പോൾ കോമഡി ആണെങ്കിൽ ഇറോട്ടിക് ആണെന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. അങ്ങനത്തെ ഒരു പരിപാടിയേ അല്ല. ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടൊരു ഫണ്ണായിട്ട് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ പാട്ടൊക്കെ ഉള്ളൊരു മൂവി. ഓക്കെ, താങ്ക് യു. ഹായ്. ഇപ്പോൾ ഇനി ഓഡിയൻസിലൂടെ കാണുള്ളൂ. ഇപ്പോൾ നമ്മളും കാസ്റ്റിംഗ് ക്രൂ നിങ്ങളുടെ കൂടെ അല്ലേ കണ്ടത്. ഐ ലവ്ഡ് ഇറ്റ്. ഞാൻ ചിരിച്ച് മണ്ണ് തപ്പി. ഐ വാസ് ലിറ്ററലി ക്രൈങ്. ഇറ്റ് വാസ് റിയലി ഗുഡ് ടു വാച്ച് സ്പാ. സ്പെഷ്യലി ഈ വാലന്റൈൻസ് വീക്കിൻ്റെ സമയത്ത് പറ്റിയൊരു ഇതാണ്. ലൈക്ക്
സിനിമ പോസ്റ്റർ റിലീസായ സമയത്ത് ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു, ക്ലീൻ എ സർട്ടിഫിക്കറ്റ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് എ വെരി ക്ലീൻ എ, വെരി ഗുഡ് സബ്ജക്റ്റ്, വെരി ഫൺ, ചിരിച്ച് അടിപൊളിയായിട്ട് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ആയിട്ട് വരാം. ഒബ്വിയസ്ലി 18 താഴെ ഉള്ളവർ തൽക്കാലം ഡോണ്ട് കം, സീറ്റിലിടാം. ഈ സ്പാ എന്ന സിനിമയാണെങ്കിലും സ്പായിൽ ഇല്ലാത്ത ഒരാളാണല്ലോ, അപ്പോൾ അതിൽ സങ്കടം തോന്നുന്നു? ഇല്ലടോ, എൻ്റെ ക്യാരക്ടർ എനിക്ക് മൈ ക്യാരക്ടർ ഓൾസോ ബ്രിങ്സ് അനദർ എസെൻസ്. സ്പായിൻ്റെ സബ്ജക്റ്റാണ്, കറക്റ്റാണ്. ബട്ട് ദെൻ ദ സ്റ്റോറി ദാറ്റ് ഇറ്റ് ക്യാരീസ്, ഞാൻ ചെയ്യുന്ന കഥാപാത്രമായാലും അത് അതിൻ്റെ ഒരു കഥാപാത്രം തന്നെയാണല്ലോ. സോ ഒബ്വിയസ്ലി ഐ എൻജോയ്ഡ് ഇറ്റ്. ഈ സാധാരണ അഡൽട്ട് കോമഡി ഒരു അപ്രോച്ചുള്ള ഫസ്റ്റ് മലയാള മൂവി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഓഡിയൻസിനോട് എന്താ പറയുക? അഡൽട്ട് കോമഡി അപ്രോച്ച് ചെയ്തത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈവൻ ഇൻ ദ ലാംഗ്വേജ് ഓൾസോ. പക്ഷേ മേ ബി വോക്കലായിട്ട് ഇച്ചിരിയും കൂടെ സ്പെഷ്യലി ആയിട്ട് കാണിക്കുന്നത് ഒബ്വിയസ്ലി സ്പാ തന്നെയാണെന്ന് എനിക്കറിയാം. ഐ ജസ്റ്റ് ഹോപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഈ സബ്ജക്റ്റ് എങ്ങനെയാണെന്ന്. മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇറ്റ്സ് വെരി ഫണി സിനിമ, ലിറ്ററലി എൻജോയ് ചെയ്തിട്ട് പോകും. ദർ ആർ സോ മെനി ക്യാരക്ടേഴ്സ് ഇൻ ദ സിനിമ. ആൾക്കാർക്ക് കുറേ എൻജോയ് ചെയ്യാൻ പറ്റാത്ത കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്. സോ ഐ തിങ്ക് ദിൽ ഫോർ ഷുവർ ദിൽ എൻജോയ് ഇറ്റ്. അല്ലേ? താങ്ക് യു. നമ്മൾ പല സിനിമകൾ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് ഇതൊരു ഫൺ ഫിൽഡ് അഡൽട്ട് കോമഡി സിനിമ എന്നൊക്കെയാണ്. ശരിക്കും ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പം അഡൽട്ട് കോമഡി എന്നുള്ളത് മാറ്റിയിട്ട് ഈ സിനിമ ചിരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കും. ഞാൻ ഈ സിനിമയുടെ ബ്രീഫ് കേൾക്കുമ്പോൾ എന്നെ പോലെയുള്ള വേറെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. കുറച്ച് ഫുൾ ഫിലിം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഈ സിനിമ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അഡൽട്ട് തന്നെയാണ് സിനിമ കാണേണ്ടത്. ബിക്കോസ് അഡൽട്ടിനാണ് ഈ സിനിമ കൂടുതൽ മനസ്സിലാവുക. എൻ്റർടൈൻമെൻറ്റിനുപരി എന്നെ സ്വയം ഒന്ന് ആലോചിക്കാൻ, എന്നെക്കുറിച്ച് ഒന്ന് ഉള്ളിലേക്ക് നോക്കാൻ തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ പറ്റും. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി സ്വരൂപ് ഫിലിപ്പിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കാണിത്. പിന്നെ ആർട്ട് ഡയറക്ടർ ഷിജി പട്ടണം. ഈ സിനിമയിലെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പോലുള്ളൊരു ക്യാരക്ടറാണ് സ്പാ എന്ന് പറയുന്നത്. അപ്പം ആ നിലയ്ക്ക് ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്യാരക്ടറായിട്ട് സ്പാ ഇറ്റ് സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് എഡിറ്റർ മനോജ്, പറയാതിരിക്കാൻ വയ്യ. അബ്രിഷൈൻ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് തിരഞ്ഞെടുക്കുക സിനിമയാക്കാനായിട്ട്. അപ്പോൾ ഇതിലതിനെ ഫണ്ണ്, പിന്നെ ഓഫ് കോഴ്സ് വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തിലെ ഹ്യൂമർ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളി മിടുക്കനാണ്. ഈ സിനിമ ഇത് വീണ്ടും പ്രൂവ് ചെയ്തപ്പോൾ മറ്റെല്ലാ സിനിമകളും പോലെ തന്നെ ഈ സിനിമയെ നമ്മളെ ചിന്തിപ്പിക്കും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുന്നവർ അത്തരത്തിലാണ് ഈ സിനിമയെ കാണേണ്ടത്. കോമഡി എന്ന് പറയുമ്പോൾ ആ കൂടെ നമ്മളെ ചിന്തിപ്പിക്കാൻ കൂടി പറ്റുന്ന സിനിമയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ഞങ്ങളെല്ലാവരും വളരെ ചേട്ടൻ്റെ കഥാപാത്രത്തിന് പറയുകയാണെങ്കിൽ സാധാരണ ഇങ്ങനെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു ക്യാരക്ടറായിരുന്നു ചേട്ടൻ. ഇപ്പോൾ സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്പൈറൽ മൂവിയാണ്, പക്ഷേ ഡിഫറെൻ്റ് അപ്രോച്ചാണ്. നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഒരേ സമയം സപ്പോർട്ടും ഉണ്ടാവും, വിമർശനങ്ങളും ഉണ്ടാവും. കരിയറിൽ ഇങ്ങനെയുള്ള സിനിമയാണല്ലോ ചെയ്തത് എന്ന രീതിയിൽ. അതിൽ വെച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ഇപ്പോൾ, സമൂഹം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് മൂവി കാണുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കാണുന്നത്. നമ്മളുടെ ഒരു ആക്ട് അതിന് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ആക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആയാലും നമ്മളുടെ ആക്ടിന് കിട്ടുന്ന റിയാക്ഷൻ അല്ലേ. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ എടുക്കുക. ആസ് എ പെർഫോമർ വിമർശനങ്ങൾ ഉണ്ടാവണം. ഞാനിതിനെ കണ്ടത് ടോട്ടൽ സിനിമയിൽ ഉള്ള എൻ്റെ ഒരു പാർട്ടിസിപ്പേഷനിലൂടെ എന്ത് കഥയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് മാക്സിമം ഏറ്റവും ലോയലായിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. അവിടെ എൻ്റെ ഇമേജിനേക്കാൾ ആ ക്യാരക്ടർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള എബ്രിഷയും പറഞ്ഞു തന്നത്. ആ നിലയ്ക്ക് ഞാനത് ഭംഗിയായി ചെയ്തു എന്നാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെൻറ്റ്. തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എന്താണ് ഈ വിഷയം പറയാൻ? അതെ, എവറേജ് ക്യാരക്ടർ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് ഞാനില്ലല്ലോ, കണ്ടിട്ട് ആളുകളാണല്ലോ പറയേണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഉള്ള റെസ്പോൺസ് എല്ലാം നല്ലതാണ്. അപ്പോൾ കൂടുതൽ ഓഡിയൻസിലേക്ക് അത് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മെച്യൂർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്, അത്തരത്തിലുള്ളൊരു അഡൽട്ട് കോമഡിയാണ്. അപ്പോൾ എന്തായാലും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കൂടുതൽ റെസ്പോൺസുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. സാധാരണ നിങ്ങളൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേനും ഒരേ സമയത്ത് തന്നെ ഒരു വെല്ലുവിളിയും കൂടെയാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് അത് ഇപ്പോൾ എബ്രിഷൈൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. വെറുതെ പോയി നിൽക്കുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടി. ഞാൻ എൻ്റേതായ രീതിക്ക് ട്രൈ ചെയ്തു. നന്നായിട്ടുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഓഡിയൻസിന് അങ്ങനെ തോന്നട്ടെ, ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം.